ഏതെങ്കിലും ഒരു പോയിന്റിൽ അയ്യോ എനിക്ക് അത് അറിഞ്ഞത് അല്ലെങ്കിൽ അത് തെറ്റിപ്പോയല്ലോ അങ്ങനെയൊക്കെ സ്വയം ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? വിചാരിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ ബുദ്ധിമുട്ടാണോ? കുട്ടിക്കാലത്തേക്കാണ് കുറച്ച് ഡ്രാമാറ്റിക്, വലിയ കുറച്ചുകൂടി പ്രായത്തിന് ശേഷമുള്ള അങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ടീച്ചർ കാണിച്ചു തന്നായിരുന്നു. മറ്റേ ഗ്ലോബ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അച്ചുതണ്ടിന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ അച്ചുതണ്ടിൻ്റെ മുകളിൽ കയറും താഴോട്ട് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും ഭൂമി ഇങ്ങനെ കറങ്ങുന്ന കാണാൻ. പക്ഷെ അത് കുറച്ചൊരു 9ാം ക്ലാസ്സിലായപ്പോൾ ഒരു ടീച്ചർ വന്ന് പറഞ്ഞു, ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ തിരികെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, എനിക്കൊരു പ്രശ്നം സാങ്കല്പിക്കോ? അപ്പോൾ ഞാൻ കൊടുക്കയിൽ പൈസ ഇടുക അവിടെ പോവാൻ. അത് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ കയറാൻ നിൽക്കുന്ന അച്ചുതണ്ട് അവിടെ ഇല്ല. ഇപ്പോൾ ഈ ഹാലൂസിനേഷനൊക്കെ ചെയ്യുന്നവരാണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് നോ ലോങ്ങർ ദെയർ, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടില്ല, ഞാൻ ഉണ്ടാക്കിയെടുത്താണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഷോക്കിംഗ് എലമെൻ്റ് ആയിരുന്നു. അത്തരത്തിൽ ഷോക്കിംഗ് എനിക്കിപ്പോഴും ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ മനസ്സിലിരുന്ന ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്ക് ഇതാണ്. വിചാരിച്ച കാര്യം തെറ്റി ഇത് കൊണ്ടുവരുന്നൊരു ഹാർട്ട് ബ്രേക്ക്. ബാക്കി പല കാര്യങ്ങളും കുറച്ചുകൂടെയൊക്കെ മെച്യൂരിറ്റിയൊക്കെ വന്നുകൊണ്ടായിരിക്കും അങ്ങനത്തെ തെറ്റുകൾ അങ്ങ് ഓക്കെ ഇതാണ് കാര്യം കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാം. നമ്മുടെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു വർഷം എന്ന് പറയുന്നത് പോണത് അറിയണില്ല. പെട്ടെന്നാണ് ഇപ്പം നമുക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇയർ പണ്ടത്തെ ഒരു ടൈമല്ല ഇപ്പം എന്ന് പറയുന്നത്. ഒരു ഇയർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോണ പോലെ. ലൈക്ക് അതിപ്പം സാറിനും അങ്ങനെയാണോ ഫീൽ ചെയ്തിരിക്കുന്നത്? എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കൊറോണ അല്ല, പ്രായമാണ്. ഇതിലെന്തെങ്കിലും സയന്റിഫിക്, ഞാൻ ടീച്ചറല്ലേ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ സ്ഥിരം അവരോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ ടിപ്പിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൗണ്ട് 20. ഞാൻ അവരോട് ചോദിക്കും 10 വർഷം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പറയും. അപ്പോൾ അവരിങ്ങനെ കൂട്ടിയൊക്കെ വരുമ്പോൾ 5ാം ക്ലാസ്സിലോ മറ്റുമാണ്. ശരി, ഇപ്പം നിങ്ങൾ MSc ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങളിപ്പം കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് സ്കൂളാണ്. ആ സ്കൂളിൽ 5ാം ക്ലാസ്സിലൊരു കുട്ടി അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആ കുട്ടിയെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നും? 5ാം ക്ലാസ്സിലെ കുട്ടിയെ നമുക്ക് ഒരു ക്യൂട്ട് കുട്ടിയാണ്. നിങ്ങൾ 10 കൊല്ലം മുമ്പ് ഇതായിരുന്നു. അന്ന് പ്രേമം സിനിമ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അല്ലെ പ്രേമം സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ 10 വർഷം കൊണ്ട് എന്തൊക്കെ മാറി. നിങ്ങൾ 5ാം ക്ലാസ്സിൽ കുട്ടിയിൽ നിന്നും MSc ഫൈനൽ ഇയർ എന്ന് പറയുന്നൊരു സ്റ്റുഡൻ്റായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചു. നിങ്ങൾ ഓരോ വർഷം ഓരോ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ എൻ്റെ കാര്യം എടുക്കൂ. ആ 10 വർഷം മുമ്പും ഞാൻ കോളേജ് അധ്യാപകനാണ്, ഇപ്പോഴും ഞാൻ അതുപോലൊരു കോളേജ് അധ്യാപകനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധു ആരെങ്കിലും ഒരാൾ പുതിയൊരു പാരൻ്റായി, ഒരു പുതിയ ന്യൂ ബോൺ ബേബിയെ നമ്മൾ കാണാൻ പോകും. ഒരു ചെറിയ കൈക്കുഞ്ഞിനെ നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ ഇവിടെയെങ്കിലും ഇല്ല, നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഈ കുഞ്ഞിന് എത്ര വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഈ കുഞ്ഞിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ കുറേ വ്യത്യാസം. പക്ഷേ നിങ്ങളുടെ ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അമ്മാവൻ നിങ്ങളെ കണ്ടിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും വരുന്നു, എത്ര വ്യത്യാസം പ്രതീക്ഷിക്കാം? നമ്മളിങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ചെറുപ്പം വന്ന് അങ്ങോട്ടൊക്കെ വണ്ണത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, നരച്ചിട്ടുണ്ടാവും. അതുപോലെ കുറച്ച് കഴിഞ്ഞാലേ ഉള്ളൂ. അല്ലാതെ അതൊരു പോസ്റ്റ് മിഡ് 30 കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനത്തെ വ്യത്യാസങ്ങൾ. പ്രായമാകുന്നതിൻ്റെ വ്യത്യാസം 38 വയസ്സാണ് പൊതുവിൽ അവിടെ എത്തുമ്പോൾ പിന്നെ മുടി കൊഴിയാൻ തുടങ്ങും. അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളും ഏജിങ്. അല്ലാതെ നമ്മൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളുടെ സ്പീഡ് കുറയും. നമ്മളൊന്ന് സ്റ്റേബിളാവും. നമ്മളൊരു ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം അതേ ജോലി തന്നെ ആയിരിക്കും, ഒരേ ഓഫീസ്. ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലാണ് ചിലപ്പോൾ ട്രാൻസ്ഫറൊക്കെ വരാം, അങ്ങനെയെങ്കിലും സ്ഥലം മാറി എന്ന് പറയാം. അല്ലാതെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നാൽ ചിലപ്പോൾ അയാൾ 10 കൊല്ലം 20 കൊല്ലമായിട്ട് ഇതേ സ്ഥാപനത്തിൽ വരുന്നു. മോണോട്ടോണസ് ആവും ലൈഫ്. അപ്പോൾ പിന്നെ ലൈഫ് സ്പീഡ് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് തോന്നും. മാറ്റം വന്നാലേ നമുക്ക് മാറ്റം വരാതിരുന്നു. അതുകൊണ്ട് അത് കൊറോണയ്ക്ക് ശേഷം കുറച്ച് പ്രായം കൂടെ കൂടിയില്ല, അത് ആലോചിച്ചില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്.